ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. എറണാകുളത്തെ പോലീസ് മർദ്ദനത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി കർശന നടപടിയെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ഗർഭിണിയായ യുവതിയെ പോലീസ് മർദ്ദിച്ചത്. നോർത്ത് പോലീസ് സ്റ്റേഷൻ CI ആയിരുന്ന പ്രതാപചന്ദ്രനാണ് മർദ്ദിച്ചത്. സ്ത്രീയുടെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. 2024 ജൂണിലാണ് കേസിന് ആസ്പദമായ സംഭവമുണ്ടായത്. വിശദാംശങ്ങളുമായി VS അനുവും സഹിൻ ആന്റണിയും ചേരുകയാണ്. ആദ്യം VS അനുവിലേക്ക്. VS അനു, ഈ ഒരു സംഭവം പുറത്തുവന്ന് ദൃശ്യങ്ങൾ പുറത്തു വരാൻ വേണ്ടി അവർക്ക് നിയമ പോരാട്ടത്തിലേക്ക് പോകേണ്ടി വന്നു. 2024 നടന്ന സംഭവമാണ്. എന്തായാലും കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു. ഏത് തരത്തിലാണ് ആ നടപടികൾ വരുന്നത്? 2024 ജൂണിൽ എറണാകുളത്ത് നടന്ന ഈ സംഭവത്തിൽ കർശന നടപടി എടുക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനോട് ഇക്കാര്യത്തിൽ കർശന നടപടി എടുക്കണം എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി തന്നെ നൽകിയിരിക്കുന്നു. കാരണം അത്രമേൽ ക്രൂരമായ ദൃശ്യമാണ് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി കഴിയുക. ഗർഭിണിയായ ആദ്യം തള്ളുന്നുണ്ട്, പിന്നീട് അവരെ മുഖത്ത് അടിക്കുന്നുണ്ട്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. കർശനമായ നടപടി പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന ആ സമയത്തെ 2024 CIക്ക് നേരെ എടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി തന്നെയും സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശരി VS അനു, ഇപ്പോൾ സഹിൻ ആന്റണി കൂടി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സഹിൻ, എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം? 2024 ജൂൺ മാസത്തിലായിരുന്നു ഈ അതിക്രമം സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അന്ന് ആ സ്ത്രീയുടെ ഭർത്താവിനെ ചില കാരണങ്ങൾ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ച സമയത്തായിരുന്നു ആ സ്ത്രീയും അവർ 2 കുട്ടികളുമായിട്ടാണ് അവിടെ എത്തിയിരുന്നത്. അന്ന് തന്റെ ഭർത്താവിനെതിരെയുള്ള ന്യായമായ നടപടി അവസാനിപ്പിക്കണമെന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. പക്ഷേ പോലീസുകാർ വലിയ രീതിയിൽ ഇവർ അപമാനിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി. പിന്നീട് അവിടെ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്ത ആ സ്ത്രീയുടെ മുഖത്ത് ഇവർ അടിക്കുകയായിരുന്നു. 2 ചെറിയ കുട്ടികളുണ്ടായിരുന്നു. കൂടാതെ ആ സ്ത്രീ ഗർഭിണി കൂടിയായിരുന്നു. അവരെ ക്രൂരമായി മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. എന്നാൽ അന്ന് പോലീസ് ഈ ദൃശ്യങ്ങൾ നൽകാൻ തയ്യാറായില്ല. പിന്നീട് ഇവർ നിയമപോരാട്ടം നടത്തി. ഒടുവിലാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ അവർക്ക് ലഭിച്ചത്. അതോടുകൂടിയാണ് ഇത്രയും ക്രൂരമായ കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് പുറം ലോകം അറിയുന്നതും. അപ്പോൾ ഈ പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന CIയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. സഹിൻ, എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം ഒരുപാട് സ്ത്രീകൾ അവിടെയുണ്ട്. അവരെ മർദ്ദിച്ചു എന്നത് മാത്രമല്ല, സാധാരണഗതിയിൽ ഒരു വീട്ടിലേക്ക് കയറി പോകുമ്പോൾ പോലും വനിതാ പോലീസ് ഇത്തരത്തിൽ കൂടെ വേണം എന്നൊക്കെയാണ് അതിന്റെ ഒരു സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിൽ വേണമെന്നതാണ് അതിന്റെ ചട്ടം. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ സ്ത്രീകൾ ഇവരുമായി സംസാരിക്കാൻ വിടുന്നതിന് പകരം അവരുമായി തർക്കിക്കുക, അവരെ പിടിച്ച് തള്ളുക, അതും ഒരു ഗർഭിണിയെ പിടിച്ച് തള്ളുക, അവരുടെ മുഖത്തടിക്കുക, ഇത് സാധാരണഗതിയിൽ നടക്കുമോ എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത് ഏത് തരത്തിലാണ്? പിന്നീട് ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി ഉണ്ടാകാത്തതിന് പിന്നിൽ എന്താണ് കാരണം? ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ സർവ്വസാധാരണമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രുചീഷ്. കാരണം നമ്മുടെ പോലീസുകാര് അവരുടെ കയ്യിലിരിക്കുന്ന ചുവന്ന മഷിക്ക് ഒരു മനുഷ്യന്റെ ജീവനോളം വിലയുണ്ടെന്നുള്ള കാര്യം പലപ്പോഴും അവർ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം എന്ത് വേണമെങ്കിലും അധികാരത്തിന്റെ മുമ്പിൽ കാണിക്കാമെന്നുള്ളതും തങ്ങളുടെ ഒരു സാമ്രാജ്യമാണ് ആ പോലീസ് സ്റ്റേഷൻ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ള ഒരു അധികാരത്തിന്റെ ഹുങ്ക് അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അത് തന്നെയാണല്ലോ ഈ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരാണല്ലോ, ഗർഭിണിയാണ് ആ സ്ത്രീ. അവരോട് കാണിക്കേണ്ട ഒരു മനുഷ്യത്വവും ഒപ്പം തന്നെ അതിനപ്പുറമെല്ലാം ഒരു സ്ത്രീയെ കൈകാര്യം ചെയ്യേണ്ട രീതിയും ഉണ്ടല്ലോ. ഇതൊന്നും അല്ലായിരുന്നു. പകരം അവിടെ വരുമ്പോൾ അധികാരത്തിന്റെ ഒരു ഹുങ്കും തന്നെ ആരും ചോദ്യം ചെയ്യില്ല. താനാണ് അവിടുത്തെ സുപ്രീം പവർ അല്ലെങ്കിൽ പരമാധികാരി എന്നുള്ള നിലയിലുള്ള മാറ്റമായിരുന്നു CI കാഴ്ചവെച്ചത്. അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീയുടെ മുഖത്തടിക്കാൻ അയാൾക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. സാധാരണ നമുക്കറിയാം, നമ്മൾ ഒരു സ്ത്രീയുടെ മുഖത്തടിക്കുക അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മുഖത്തടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നീചമായ പ്രവൃത്തിയാണ്. ആ നീചമായ പ്രവൃത്തി ഒരു സ്ത്രീയോട് തന്നെ, അത് ഗർഭിണിയായ ഒരു സ്ത്രീയോട് തന്നെ ഈ CI കാണിക്കുമ്പോൾ ആ CIയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവിടുത്തെ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം എത്രയോളം മനുഷ്യത്വമോ എത്രയോളം മര്യാദയോ അവർക്ക് ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ രുചീഷ്. അപ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് ആരെങ്കിലും ആരോപിച്ചു കഴിഞ്ഞാൽ അത് കടമ്പുണ്ട് എന്ന് തന്നെ വിശ്വസിക്കേണ്ടതായി വരും. കാരണം ഇത്തരം പ്രവർത്തികളാണല്ലോ ഇവർ ഈ പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്ന് കാണിച്ചു വെക്കുന്നത്. ഇത് തന്നെയാണല്ലോ പൊതുജനം കണ്ടിട്ടിരിക്കുന്നത്.
ശരി സഹിൻ ആന്റണി, എന്തായാലും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവമാണ് ഈ ദൃശ്യങ്ങൾ. അതിൽ അന്ന് CI ആയിരുന്ന പ്രതാപചന്ദ്രനാണ് ഗർഭിണിയായ സ്ത്രീയുടെ മുഖത്തടിച്ച് അവരെ പിടിച്ച് തള്ളുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വരാൻ തന്നെ അവർക്ക് നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു എന്നതാണ് വളരെ ദൗർഭാഗ്യകരമായ കാര്യം. എന്തായാലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കർശനമായ നടപടിയെടുക്കണമെന്നാണ് DGPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. VS അനുവും സഹിൻ ആന്റണിയുമാണ് വിശദാംശം